കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദൈവമേ, സകലതും കുഴി തോണ്ടി എടുക്കുകയാണല്ലോ അവള്. മതിയടി, ഇത് ധാരാളം മതി. ഇവളെവിടെ പോവാ? ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? വനമൂർത്തി ക്ഷേത്രത്തിലെ ഉപവാസ പൂജ മുടങ്ങിയാല് ശരീരത്തിലെ ദേവാംശത്തെ കീഴടക്കി അസുരാംശം പൂർണ്ണ വിജയം നേടും. പിന്നെ ഒരു ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. ഒരു കൈക്കുഞ്ഞിന്റെ നിലവിളി ഞാൻ എൻ്റെ കാതുകളിൽ കേൾക്കുന്നു. ഇത്തവണ നീ പെട്ടു സുസ്മിത. നിന്റെ പാപങ്ങൾക്കുള്ള ശരിയായ ശിക്ഷ തന്നെ നീ ഏറ്റുവാങ്ങാൻ പോവാ. സത്യഭാമയുടെ വീട്ടിലല്ല, സബ് ജയിലില്ല ഇനി നിന്റെ വാസം. ശരിക്കും ഞാൻ പെടുവോ? അതിലെല്ലാം എന്റെ വിരലടയാളമുണ്ട്. അല്ലെങ്കിൽ ഞാനെന്തിനാ പേടിക്കുന്നേ? എനിക്കെതിരെയുള്ള തെളിവ് എന്റെ കൺമുന്നിൽ തന്നെ ഇരിക്കല്ലേ. വേണ്ട, അത് ബുദ്ധിയല്ല. എടി ചായക്കടക്കാരി, നീ വലിയ ഷെർലക് ഹോംസ് ഒന്നും ആവണ്ട. എത്ര വലിയ IAS പാസ്സായാലും നീ ശാരദയുടെ മകളാ. അത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവും. സുസ്മിതയുടെ വിരലടയാളങ്ങൾ തെളിവായി നീ ശേഖരിച്ചത് ഓടവെള്ളത്തിൽ ഒഴുകാൻ പോവാ. ഇപ്പൊ ഇവിടെയുള്ള കിറ്റില് നിന്റെ വിരലടയാളങ്ങളാ പതിയാൻ പോകുന്നത്. സുസ്മിതയെ പൂട്ടാൻ നോക്കി നീ തന്നെ പെടും ശാലിനി. ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. സബ് ജയില് നീ എടുത്തോ.
മോളെ, നീ വിവരമൊന്നും പറഞ്ഞില്ല. പറയാൻ അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല അച്ഛാ. അതിപ്പം ആ വസുമതി പരാതി പിൻവലിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതെല്ലാം. ഇതൊക്കെ ഒരു കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളല്ലേ? അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അച്ഛാ, അത് അവർക്ക് കൂടി തോന്നണ്ടേ? വിഷ്ണുവേട്ടനെ പറ്റിയൊരു കയ്യബദ്ധം. അങ്ങനൊന്നും വീണ് കിട്ടാൻ വേണ്ടി കൂത്തിരിക്കായിരുന്നു അവര്. അല്ല മോളെ, ഒരു ഒത്തുതീർപ്പിനും ഒരു സാധ്യതയില്ലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ കാണാൻ പോയിരുന്നു അവരെ. അല്ല, ശാരദാമ്മയോ? സത്യമ്മ കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞ പരാതി പിൻവലിക്കാന്നാ അവര് പറയുന്നത്. അതൊരിക്കലും നടക്കില്ല. വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാൻ പറ്റില്ലേ? സ്റ്റേഷൻ ജാമ്യത്തിൽ അയാൾ വിട്ടയക്കില്ല. പിന്നെയുള്ള വഴി കോടതിയാ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കോടതി അവധിയാ. ആ CA സഹദേവൻ ബുദ്ധിപൂർവ്വം കളിച്ചു തന്നെയാ. സത്യഭാമയുടെ മകൻ വിഷ്ണു ഒരു ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ അയാൾ വിചാരിച്ചിട്ടുണ്ടാവും. മോളെ, അവനിവിടെ ബുദ്ധിമുട്ടെന്തെങ്കിലും? വിഷ്ണുവേട്ടനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും അയാൾക്ക്. വസുമതി ആന്റി കൊടുത്ത കടലാസിന്റെയും ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെയും പിൻബലം ഉണ്ടല്ലോ. പക്ഷേ ശരീരത്ത് തൊടാൻ അവൻ അറയ്ക്കും. അങ്ങനെ ചെയ്ത ഒരുപാട് വിയർക്കേണ്ടി വരും അയാള്. അല്ല മോളെ, നമ്മുടെ അർജുൻ വക്കീലല്ലേ, അവൻ ജാമ്യത്തിലെടുക്കുവോ നമ്മുടെ വിഷ്ണുവിനെ? അർജുനേട്ടൻ ആഗ്രഹമുണ്ട്. പക്ഷെ വസുമതി ആന്റി സമ്മതിക്കില്ല. നമ്മൾ എന്തിനാ അമ്മയും മകനുമായിട്ടുള്ള ഭിന്നിപ്പ് കൂട്ടുന്നത്? അച്ഛാ, നമുക്ക് വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കാം. മോളെ, പ്രീതിക്ക് അവിടെ സുഖം തന്നെയാ അച്ഛാ. എനിക്ക് തോന്നുന്നത് വസുമതി ആന്റിക്ക് മകനേക്കാൾ സ്നേഹിപ്പോ മരുമകളോടാണെന്നാ. അമ്മ ശത്രുപക്ഷത്താണെങ്കിലും അവളോട് സുഖമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. വസുമതിയുടെ വീട്ടില് സംഭവിച്ച എന്താന്ന് നിങ്ങൾ രണ്ടാളും എന്നോട് പറഞ്ഞില്ല. വസുമതി പ്രീതി അയക്കാൻ തയ്യാറാണെന്നും അവള് ഉടനെ വരുമെന്നൊക്കെയാ നിങ്ങൾ എന്നോട് പറഞ്ഞതേ. പക്ഷേ എനിക്ക് സത്യം മനസ്സിലാക്കാൻ ഇവിടെ പോലീസ് വരേണ്ടി വന്നു. അത് തെറ്റാണെന്നറിയും. പക്ഷെ മറ്റുള്ളവരെ കൂടി എന്തിനാ വേദനിപ്പിക്കുന്നതെന്ന് കരുതി. ഒപ്പം സത്യം പറഞ്ഞ സുസ്മിത അത് സത്യാമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്നുള്ള പേടിയും കൂടി ഉണ്ടായിരുന്നു. മോളെ, അഴിക്കാൻ കഴിയാത്തത്രയും കുരുക്കാണല്ലോ മോളെ. പിന്നെ ഒന്നഴിക്കുമ്പോ 10 വേറെ മുറുക. ഇതിനെവിടാ മോളെ ഒരു അവസാനം? സത്യം തെളിയണ വച്ച, എന്നാലേ എല്ലാം കലങ്ങി തെളിയൂ. ഒരുപാട് കാലത്തെ പിണക്കത്തിന് ശേഷം വീണ്ടും ഒന്നായ 2 കുടുംബങ്ങളുടെ സന്തോഷത്തോടെയുള്ള ആഘോഷം. അതിനിടെ പായസത്തിൽ വീണ വിഷം. അവിടെ നിന്നല്ലേ ഇതിന്റെ എല്ലാം തുടക്കം. അപ്പോ ഈ വിഷം കഴിക്കാമെന്ന് ഉറപ്പാണ് മോളെ? അതെ അച്ഛ. ഇവൾ എന്റെ പേര് പറയൂ? ആരാ മോളെ? ആരാ ചതി ചെയ്തത്? സുസ്മിത. സുസ്മിതയോ? അതെ അച്ഛ, തെളിവുണ്ട്.
കിട്ടണം, ഇത് തന്നെ കിട്ടണം. പാമ്പിനെ ആ പാലോട്ടി വളർത്തുന്നെന്ന് പലവട്ടം ഭാമയോട് പറഞ്ഞതാ ഞാൻ. അവസാനം ആ പാമ്പ് അവളുടെ മകളുടെ ഗർഭപാത്രത്തിൽ തന്നെ വിഷം ഇറക്കി. എന്റെ പേരെ കുഞ്ഞിനെ ഞങ്ങളുടെ ഈ മുറ്റത്ത് പിച്ച വെച്ച് നടക്കേണ്ട പൈതല്ല. എന്നെ മുത്തശ്ശാന്തി വിളിക്കേണ്ടിയിരുന്ന അയാളെ ചുണ്ടുകളിൽ ഒരുമ്മ കൊടുക്കാൻ പോലും ആ പിശാ സമ്മതിച്ചില്ലോ ശാലിനി. മോളെ, സ്ട്രോക്ക് വന്ന് വീൽ ചെയറിലായി പിന്നെ അച്ഛന് എഴുന്നേറ്റ് നടക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ നിമിഷം ആ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഞാനങ്ങ് ഉപേക്ഷിക്കുക. പകരെ ഇപ്പോ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അച്ഛന് ജീവിതത്തിൽ ഒരൊറ്റ തവണ എതിർത്ത് നടന്നാ മതി. വയ്യാത്ത ഈ കയ്യിലെ ഒരു കത്തി വെച്ച് കെട്ടിയിട്ടായാലും കുത്തി മലത്തെ ഞാനവിടെ. ഇയാളാള് കൊള്ളാലോ. വേണ്ട, അവളെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കണം. ഇരുമ്പഴികൾക്കുള്ളിൽ കഴിയുന്ന ഓരോ നിമിഷവും അവള് ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണം. നിനക്കെന്തോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ അത് നമുക്ക് പോലീസിന് കൊടുക്കാം. അവക്ക് കിട്ടിയിട്ടുണ്ട് ഒലക്ക. അവള് പായസത്തിൽ കലർത്തിയ വിഷം, ഒരു കവറ്, അങ്ങനെ ചില ഫോറൻസിക് തെളിവുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ അവളുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടാവും. അതിലിപ്പോ ഉള്ളത് നിന്റെ വിരലടയാളം തന്നെയാടി. പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്ക, നീ തന്നെ പെടും. അത് ധാരാളമല്ലേ മോളെ? CI സഹദേവനെ പോലൊരു ഓഫീസർക്ക് അത് കൈമാറാനുള്ള വിശ്വാസം എനിക്കില്ല അച്ഛാ. ഇരുമ്പിനെ തുരുമ്പാക്കുന്ന ജാലവിദ്യക്കാരനായാള്. വിഷ്ണുവേട്ടനോടും സത്യാമ്മയോടും ഒക്കെ അയാൾക്ക് ഒരു പകയാ. അയാൾ ആ തെളിവ് നശിപ്പിക്കും. ദൈവം എപ്പോഴും എന്റെ കൂടെ തന്നെയാടി. പിന്നെ എന്താ ഒരു വഴി? അവളെ അങ്ങനെ വിടാൻ പാടില്ല. കുറച്ചുകൂടി ബലമുള്ള എന്തെങ്കിലും തെളിവ് നമുക്ക് വേണം അച്ഛാ. ഒരു പഴുതും കൊടുക്കാതെ വേണം അവളെ പൂട്ടാൻ. അച്ഛാ, അന്നത്തെ ഫംഗ്ഷന് ഫോട്ടോ എടുക്കാൻ ക്ലീറ്റസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ നടന്ന ഓരോ നിമിഷത്തിലുള്ള സംഭവങ്ങള് അയാൾ എടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് വേണ്ട വിലപ്പെട്ട ഒരു തെളിവുണ്ടാവാൻ സാധ്യതയുണ്ട്. ശരിയാ മോളെ, എങ്കിൽ വരെ നമുക്ക് ആ വഴി നോക്കാം മോളെ. ഞാനിപ്പോ തന്നെ പോയിട്ട് വരാച്ചാ. ചെല്ല്. അങ്ങനെ ഒരു തെളിവ് ബാക്കി കിടക്കുമെന്ന് ആലോചിച്ചില്ലല്ലോ ഞാൻ. കുടുങ്ങിയില്ലോ ദൈവമേ.
ഇവക്കിതെന്ത് പറ്റി? ഇതെന്താടി വയലിൽ വെച്ച കോലോ? കേറി പോടിയത്ത്. എനിക്ക് വിലക്കുണ്ട് അകത്തു പോവാൻ. വിലക്കോ? ആരുടെ വിലക്ക്? രാജീവ് സാറിന്റെ അമ്മയുടെ. എന്നോട് അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ വിളിച്ചോളന്നേ. വിജയ്, നീ എന്തായി കാണിക്കുന്നേ? ആപ്പിള് ആപ്പിള് കോപ്പിള് അതല്ല. ശാരിക എന്തിനാ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നതെന്ന്. ഞാൻ നിർത്തിയല്ല, ഞാൻ അവളോട് പറഞ്ഞത് ഇറങ്ങി പോവാനാ. അവൾ അവിടെ നിൽക്കുന്നെങ്കിൽ തന്നിഷ്ടോ? ആരോഗ്യസ്ഥിതി ഇത്തിരി മോശമായോണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ അവളെ തൂക്കിയെടുത്ത് ഈ വളപ്പിന് പുറത്തിട്ട് ഗേറ്റ് പൊട്ടിയനെ. രാജീവ് വരുമ്പോ ശാരികയെ വീട്ടിൽ കയറ്റാത്തതിന് എന്ത് ന്യായം പറയുന്നീ? അതിനുവേണ്ടി തന്നെയാണല്ലോ അവൾ അവിടെ നിൽക്കുന്നതും. ഞാൻ വിലക്കിയിട്ടും അവൾ അവളുടെ തന്നിഷ്ടത്തിന് വീട്ടിൽ പോയി. ദിവസം എത്രയും കഴിഞ്ഞു, ഒരു ഫോൺ കോൾ പോലും ഇല്ല. ഇവിടെയുള്ള ഒരു ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഒരു അന്വേഷണവും ഇല്ല. എന്നിട്ട് തോന്നിയപ്പോ കയറി വന്നേക്കുന്നു. അപ്പൊ ഞാൻ അവളെ സപ്രപഞ്ചത്തെ വിളിച്ചിരുത്തി ബെഞ്ചാമരം വീശി കൊടുക്കണമായിരുന്നോ? വിജയെ, നീ പറയുന്നതൊക്കെ ന്യായം തന്നെ. പിന്നെ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ന്യായം. എന്റെ മകനെ എന്നിൽ നിന്ന് അകറ്റുവെന്ന് വെല്ലുവിളിച്ചവളവള്. അതിനുവേണ്ടി ഓരോ സാഹചര്യങ്ങള് അവള് മനഃപൂർവ്വം സൃഷ്ടിച്ചോണ്ടിരിക്കുക. അപ്പോഴല്ലേ അവൾക്ക് മുന്നിൽ തലകുനിച്ചു കൊടുക്കാനേ വിജയലക്ഷ്മിക്ക് മനസ്സില്ല. രാജു വരട്ടെ, എന്നിട്ട് അവൻ തന്നെ തീരുമാനിക്കട്ടെ, അമ്മ വേണോ അതോ ഭാര്യ വേണോന്ന്. അല്ല പിന്നെ ഇതിനി എങ്ങനെ പരിഹരിക്കും? വിജയേ, ഹലോ, പറശാരിയെ. സർ, ഞാൻ സാറിന്റെ വീട്ടുപടിക്കൽ നിൽക്കുക. വീട്ടുപടിക്കാൻ നിൽക്കുന്നോ? സാറിന്റെ അമ്മ പറഞ്ഞു വീടിനകത്ത് കയറണ്ടെന്ന്.